ഹലോ മച്ചാമാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഓല ജെൻ 1-ൻ്റെയും ഓല ജെൻ 2-ൻ്റെയും ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ ആണ്. എന്തൊക്കെയാണ് അവർ വന്നേക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒന്ന് നമുക്ക് ജസ്റ്റ് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓല കസ്റ്റമേഴ്സിനെ കേട്ടു. അവരുടെ 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, ജെൻ 1 ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അവർ കസ്റ്റമേഴ്സിനെ കേട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയൊരു മുതലാണ് ഈ ഇരിക്കുന്നത്. അത് ഞാൻ സത്യസന്ധമായി പറയും. ഞാൻ ഒത്തിരി ഓലയെപ്പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഫിക്സ് ചെയ്തു എന്നാണ്. അതിൻ്റെ മെയിൻ ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ജെൻ 2-ന് വരുന്നത്. നമുക്കിവിടെ കാണാം, ഇവിടെ സിംഗിൾ സസ്പെൻഷനാണ് വരുന്നത്. ആ സസ്പെൻഷൻ പൊട്ടു എന്നൊക്കെ പറഞ്ഞ പല ഇഷ്യൂസും കേട്ടായിരുന്നു. എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതുവരെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവർ ആ റിസ്ക് അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റി. ഇവിടെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു മേജർ ഡിസൈൻ ചേഞ്ച് വന്നേക്കുന്നത് നമ്മുടെ അലോയ് വീൽസിലാണ്. ഇവിടുത്തെ നമുക്ക് അലോയ് വീൽസിൻ്റെ ഈ പുതിയ ഡിസൈൻ എന്ന് വെച്ചാൽ നല്ലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പഴയ അലോയ് വീൽസ് നമുക്ക് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പഴയ അലോയ് വീൽസ് സിംഗിൾ സൈഡ് കൊടുത്തുള്ള സിംഗിൾ സൈഡ് സസ്പെൻഷനാണ്. പക്ഷേ ഇവിടെ ടെലിസ്കോപ്പിക്കാണ് 2 സൈഡിൽ സസ്പെൻഷൻ കൊടുത്തത്. ഇതാണ് രണ്ടാമത്തെ ഒരു മേജർ ചേഞ്ച്. പിന്നെ ഓവറോൾ ഡിസൈനിലും കാര്യങ്ങളിലും ഒരു വ്യത്യാസവും ഓല വരുത്തിയിട്ടില്ല മെയിനായിട്ടുള്ളതിൽ. പിന്നെ ഒരു ഓവറോൾ ചേഞ്ചസ് കൊണ്ടുവന്നേക്കുന്നത് വെച്ചാൽ അതെ നമ്മുടെ ഡാഷ്ബോർഡിലാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഡാഷ്ബോർഡ് കാണാം. ഇവിടെ നടുക്കൊരു ഹമ്പ് കാര്യങ്ങളുണ്ട്. അത് കാരണം നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ഹമ്പ് എടുത്ത് മാറ്റി. പക്ഷെ എന്നാലും ഗ്യാസ് കുറ്റി ഒന്നും കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. സോ ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പേസ് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മീറ്ററിലെ കാര്യങ്ങളോ സ്വിച്ചസിലൊന്നും യാതൊരു കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും വന്നിട്ടില്ല. സെയിം മീറ്ററും സെയിം കാര്യങ്ങളും സെയിം ഫംഗ്ഷനും പലപോലെ തന്നെ ടച്ചും കാര്യങ്ങളെല്ലാം എനേബിൾഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് വരുന്നത്. 2-ലും MOS 3 ആണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. 4 ഇപ്പോഴും ടെസ്റ്റിങ്ങിലാണ്. പിന്നെ നമുക്ക് ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ഒരു ചേഞ്ച് വന്നേക്കുന്നത് ഈ സ്പീക്കറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം കണ്ടില്ലേ, ഈ ഒരു ടൈപ്പാണ് ഡിസൈനും കാര്യങ്ങളും കാണാം. പക്ഷേ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം കണ്ടില്ലേ, കുറച്ചുകൂടെ വ്യക്തമാണ്, കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. ഇവിടെ 2 സൈഡിലും കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, 2 സൈഡിലും കൊടുത്തത്. പിന്നെ USB ചാർജിങ് ഇതിന് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ USB ചാർജിങ് ഇതിൻ്റെ അടിയിലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ അടിയിലാണ് USB ചാർജിങ് കൊടുത്തേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിന്നാണ് വെള്ളവും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാനോ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കാനോ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മേജർ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഗ്രാബ് ഹാൻഡിലാണ്. ഈ ഗ്രാബ് ഹാൻഡിൽ കാണാം. ഇത് പലർക്കും പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറകോട്ട് നമ്മൾ സഡനായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്പോർട്സിലോ നമ്മുടെ ഹൈപ്പർ മോഡിലോ ആണെങ്കിൽ പുറകോട്ട് ആൾ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നത്. ഇതിപ്പം സീറ്റിനേക്കാളും താന്നാന്നിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടില്ലേ, ഈ ഡിസൈനെ അങ്ങ് മാറ്റി കുറച്ചുകൂടെ പൊക്കി ഒരു ഡിസൈൻ നീറ്റ്ലി ആയിട്ടൊരു ഡിസൈൻ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ടായിട്ട് കണ്ടില്ലേ, സീറ്റിനേക്കാളും പൊക്കിയാണ് വെച്ചേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ആ ഒരു ഫ്ലോയും കൂടെ അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ഡിസൈൻ സെയിം ആണ്. പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാം. കാരണം ഇതിപ്പം ഒരു ഏകദേശം സെയിം ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. ഒരു സ്മോക്ഡ് ടൈപ്പാണ്. പക്ഷേ ഇവിടുത്തെ ബ്രേക്ക് ലൈറ്റിൽ കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ശകലം ബൾക്കിയായിട്ടാണ് വരുന്നത്. ആ ഒരു ഡിസൈനിൽ അവർ നല്ല വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം സെയിം വ്യത്യാസങ്ങളും ഒന്നുമില്ല, സെയിം കാര്യങ്ങളാണ് വന്നേക്കുന്നത്. പിന്നെ അവർ മേജറായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നേക്കുന്ന വണ്ടിയുടെ ബോട്ടം സൈഡിലാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ സിംഗിൾ സൈഡാണ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് അവരിവിടെ മാറ്റി. ഇവിടെ 2 സൈഡിലും നമുക്ക് നല്ല രീതിയിലുള്ള സിംഗാമ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ മറ്റേത് കിടത്തിയായിരുന്നു കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ വെച്ചേക്കുവാണ്. അതൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ഇത് പലപ്പോഴും കട്ടർ ചാടുമ്പോൾ എനിക്ക് ബോഡിക്കൊരു പെയിൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഇവിടെ ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും 2 വരുന്നത് ബെൽറ്റ് ഡ്രൈവാണ്, മിഡ് മോട്ടറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് കാണാം, നമുക്കിവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലോസ്ഡ് കാര്യങ്ങളാണ്. നമുക്ക് മോട്ടറും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്, നല്ല ബെൽറ്റൊക്കെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് എടുത്ത് കാണാൻ കണ്ടില്ലേ, ബെൽറ്റും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ എക്സ്പോസ് ചെയ്താണ് ഇരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ആ ഒരു ഗ്രേഡബിലിറ്റി കൂട്ടാൻ വേണ്ടി, വണ്ടിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. കാരണം ഓല ഇതുകൂടെ വെച്ച് നോക്കാൻ ലുക്കിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമല്ല കൊണ്ടുവന്നേക്കുന്നത്. അത് പൊളിച്ച് പണിതിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി എടുത്ത് പൊളിച്ച് പണിതിട്ടുണ്ട്, ഇതിൻ്റെ മോട്ടർ എടുത്ത് പൊളിച്ച് പണിതിട്ടുണ്ട് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ 2 വ്യത്യാസങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അലോയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് വണ്ടിക്ക് വ്യത്യാസം. പിന്നെ ടോപ്പ് സ്പീഡിലും കാര്യങ്ങളിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ 120 സർട്ടിഫൈഡ് ടോപ്പ് സ്പീഡ്, ഇതിൻ്റെ 116. പിന്നെ സർട്ടിഫൈഡ് റേഞ്ച് ഇതിൻ്റെ 190 ഇതിൻ്റെ 180 ഉള്ളു. അങ്ങനെ 2 ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓല കേട്ടിട്ടുണ്ട്. ഫ്രാങ്ക്ലി പറഞ്ഞാൽ അവർ കസ്റ്റമേഴ്സ് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം കേട്ടിട്ടുണ്ട്. അവരുടെ പുതിയ മോഡൽസ് വരുമ്പോൾ ഇനി അവർ ചേഞ്ചസ് കൊണ്ടുവരും എന്നെനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഒരേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ നാവിഗേഷൻ സിസ്റ്റം. പുതിയ ഓല മാപ്സ് ആണ് വരുന്നതെന്ന് കേൾക്കുന്നു. മാപ്പ് മൈൻഡ് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്.
പിന്നെ ബഗ്സ് ഒക്കെ ഉണ്ടാകത്തൊക്കെ മൂവേഴ്സ് 4-ൽ ഫിക്സ് ആകുമെന്ന് തന്നെയാണ് ഞാൻ കേൾക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വണ്ടിയെ പറ്റി ഓപ്പൺ ആയിട്ട് പറയാം. സോ രണ്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് രണ്ട് വണ്ടിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.